ഏജൻസികൾ ഏറെക്കാലമായി ഇടതുപക്ഷ ഗവൺമെന്റിനെ വേട്ടയാടുകയാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി. അവ CPM-നെ മാത്രമാണോ ലക്ഷ്യമിടുന്നതെന്ന് കണ്ടറിയണം. കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സഹകരണ മേഖലയിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന നിലപാടാണ് CPM സ്വീകരിച്ചതെന്നും കെ രാധാകൃഷ്ണൻ. സ്വർണം പൊട്ടിക്കൽ സംഘവുമായുള്ള ബന്ധത്തെ തുടർന്ന് ബ്രാഞ്ച് അംഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി CPM. കണ്ണൂർ എരമം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജേഷിനെതിരെയാണ് നടപടി. സ്വർണം പൊട്ടിക്കൽ സംഘത്തിനൊപ്പം കാനായിൽ വീട് വളഞ്ഞ സംഘത്തിൽ സജേഷും ഉണ്ടായിരുന്നു. DYFI മേഖലാ കമ്മിറ്റി അംഗമായിരുന്നു സജേഷ്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസ് പ്രതി അർജുൻ ആയിങ്കിയും സംഘത്തിലുണ്ട്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ കാരണങ്ങൾ പഠിക്കാൻ CPM കേന്ദ്ര കമ്മിറ്റി തീരുമാനം. ഇതുൾപ്പെടെ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കിടയാക്കിയ വിഷയങ്ങൾ കേന്ദ്ര കമ്മിറ്റി നേരിട്ട് വിലയിരുത്തും. സംസ്ഥാനത്ത് ചേരുന്ന നേതൃത്വ യോഗങ്ങളിൽ കേന്ദ്ര നേതാക്കളും പങ്കെടുക്കും. തിരുത്തലിന് വേണ്ട മാർഗനിർദ്ദേശം കേന്ദ്ര നേതൃത്വം തയ്യാറാക്കി നൽകുമെന്നും സൂചന. മലബാറിൽ CPM പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള കർമ്മ പദ്ധതിയുമായി BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്ന് BJP-ക്ക് കിട്ടിയ വോട്ടുകൾ നിലനിർത്താനും CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലാക്കാനുമാണ് നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, ധർമ്മടം, തളിപ്പറമ്പ് അടക്കമുള്ള CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലെ പല ബൂത്തുകളിലും BJP-ക്ക് കൂടിയത് 4 ഇരട്ടിയിലേറെ വോട്ടുകൾ. CPM നേതൃത്വത്തോട് അണികൾക്കുള്ള അതൃപ്തിയാണ് കാരണമെന്നിരിക്കെ അത് തുടർന്നും മുതലെടുക്കാനാണ് BJP നേതൃത്വ യോഗത്തിന്റെ തീരുമാനം. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുൻ ഡീൻ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥൻ എന്നിവർക്ക് സർവകലാശാല വൈസ് ചാൻസലർ ചാർജ് മെമ്മോ നൽകി. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും വീഴ്ചയുണ്ടായി എന്ന് VC നിയോഗിച്ച കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചാർജ് മെമ്മോ കൊടുത്തത്. 15 ദിവസത്തിനകം ഇരുവരും മറുപടി നൽകണം. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാകും. 3-ാം വട്ടം പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ മൻ കി ബാത്തിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടനയോടുള്ള വിശ്വാസം ജനങ്ങൾ കാത്തുസൂക്ഷിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് നടന്നത്. ജനങ്ങൾ ജനാധിപത്യത്തിന് ശക്തി നൽകിയെന്നും മോദി. BJP അധ്യക്ഷ സ്ഥാനത്ത് JP നദ്ദ തുടരുമെന്ന സൂചന നൽകി BJP. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളുടെ അവലോകന യോഗത്തിൽ JP നദ്ദയെയും ഉൾപ്പെടുത്തി. ജനുവരി വരെ നദ്ദയ്ക്ക് കാലാവധി നീട്ടി നൽകുമെന്നും സൂചന. 17 വർഷങ്ങൾക്ക് ശേഷം T20 ലോകകപ്പ് കിരീടം ഉയർത്തി ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ 2-ാം T20 ലോകകപ്പ് സ്വന്തമാക്കുന്നത്. 2013-ന് ശേഷം ഇന്ത്യ നേടുന്ന ആദ്യ ICC കിരീടം കൂടിയാണിത്. ബ്രിഡ്ജ് ടൗൺ കെൻസിംഗ്ടൺ ഓവലിൽ ഇന്ത്യ 177 റൺസ് വിജയലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് എടുക്കാൻ മാത്രമാണ് സാധിച്ചത്. വിരാട് കോഹ്ലിക്ക് പിന്നാലെ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് രോഹിത് ശർമ്മ. ക്യാപ്റ്റനായി ലോകകപ്പ് ഉയർത്തിയ ശേഷമാണ് രോഹിത്തിന്റെ പടിയിറക്കം. ഏകദിന ലോകകപ്പിലും ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യയെ ഫൈനലിലേക്ക് നയിക്കാൻ രോഹിത്തിന് സാധിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ഹാർദിക് പാണ്ഡ്യയായിരിക്കും ഇനി ഇന്ത്യൻ ടീമിനെ നയിക്കുക.